ഹായ് ഗൈസ്, നമ്മളിപ്പോൾ ലുലു മാളിലാണ് കേട്ടോ വന്നത്. നമുക്ക് അകത്തോട്ട് പോയിട്ട് കാണാം കേട്ടോ. ഗൈസ്, തനുക്കുട്ടിയുടെ ഡ്രസ്സൊക്കെ എങ്ങനെയുണ്ട്? ഗൈസ്, തനുക്കുട്ടി ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് കേട്ടോ ഇവിടെ വരണത്. തനുക്കുട്ടിക്ക് ഒരു 6 മാസമൊക്കെ ആയപ്പം ഒരു വട്ടം നമ്മളിവിടെ വന്നിട്ടുണ്ട്. അതിനുശേഷം അവൾ ഇപ്പോഴാണ് കേട്ടോ ഇവിടെ വരണത്. കരയോ അതോ എൻജോയ് ചെയ്യോ എന്നൊക്കെ എനിക്കൊരു പേടിയുണ്ടായിരുന്നു. പക്ഷെ അവൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ, നന്നായിട്ടൊക്കെ നടന്നു. പിന്നെ നമ്മൾ കോഫി കുടിക്കാനാണ് കേട്ടോ പോയത്. നെസ്കഫേറ കോഫി കുടിക്കാമെന്ന് കരുതിയാണ് കേട്ടോ അവിടെ പോയത്. അപ്പോൾ അവിടെ കേക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ തനുക്കുട്ടനും ടിറ്റിക്കും നമ്മൾ കേക്കൊക്കെ വാങ്ങിക്കൊടുത്തു കേട്ടോ. ഗൈസ്, അപ്പോൾ തനുക്കുട്ടിക്ക് ഒരു കേക്ക് കുഞ്ഞാറ്റ എടുത്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ അവൾക്ക് ആ കേക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ആദ്യം കഴിച്ചിട്ട് അവൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും പിന്നെ കൊടുത്തപ്പോൾ അവൾ കഴിച്ചേട്ടെ. പിന്നെ നമ്മൾ ഡ്രസ്സൊക്കെ നോക്കാൻ വേണ്ടി പോയേട്ടാ. ഞാനും എൻ്റെ അനിയനും തനുക്കുട്ടനും കൂടെയാണ് കേട്ടോ ഒരുമിച്ച് പോയത്. അവരപ്പുറത്ത് ഡ്രസ്സൊക്കെ എടുത്തിട്ട് നിൽക്കുകയാണ്. അപ്പം തനുക്കുട്ടൻ മിററിലൊക്കെ നോക്കി കളിച്ചുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. തനുക്കുട്ടന് നല്ല ഇഷ്ടമായ അവിടെ. തനുക്കുട്ട ഓരോ ഡ്രസ്സൊക്കെ കാണുമ്പോൾ പോയി തൊട്ടൊക്കെ നോക്കണേ കേട്ടോ. അപ്പോൾ തനുക്കുട്ടി അതുവഴിയൊക്കെ ഓടി കളിച്ചിട്ടൊക്കെ നടക്കുകയാണ്. തനുക്കുട്ടിക്ക് എല്ലായിടവും ഇഷ്ടപ്പെട്ട കേട്ടോ. അപ്പോൾ തനുക്കുട്ടി എവിടെ പോയാലും ഈ കുഞ്ഞു കുട്ടികളെയൊക്കെ കാണുമ്പോൾ തനുക്കുട്ടികൾ വിളിച്ച് മിണ്ടും കേട്ടോ. കുഞ്ഞു കുട്ടികളെ മാത്രമല്ല, കുറച്ചുകൂടെ വലിയ കുട്ടികളെയൊക്കെ കണ്ടാലും തനുക്കുട്ടൻ വിളിച്ച് മിണ്ടും കേട്ടോ എല്ലായിടത്തും. ഗൈസ്, തനുക്കുട്ടി ഒരു ചേച്ചിയെ കണ്ട സന്തോഷത്തിലാണ് കേട്ടോ ഓടിക്കളിക്കണത്. തനുക്കുട്ടൻ പിന്നെ ആ മോളടുത്ത് പോയി സംസാരിച്ചു, ഷേക്കൻ്റെ ഒക്കെ കൊടുത്തു. തനുക്കുട്ടി ഒരു ചേച്ചിയെ കണ്ടപ്പോൾ പിന്നെ ആ ചേച്ചിയെ പോകാൻ സമ്മതിക്കാതെ ആ ചേച്ചിയുടെ അടുത്ത് സംസാരിച്ചിട്ട് നിന്നേട്ടാ. പിന്നെ ആ കുട്ടിയുടെ അമ്മ അങ്ങ് പോയപ്പോൾ നമ്മൾ പറഞ്ഞു പൊയ്ക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ ആ കുട്ടി പോയേട്ടാ. നമ്മൾ നടന്നു പോയപ്പോൾ തനുക്കുട്ട അടുത്തൊരു ചേട്ടനെ കണ്ടുപിടിച്ചേട്ടാ. തനുക്കുട്ടനെ ചേട്ടനെന്ന് പറയാൻ അറിഞ്ഞൂടേട്ടാ. അവളെ ചേട്ടനെയും ചേച്ചി എന്നാണ് വിളിക്കണത്. പിന്നെ നമ്മൾ ആ കുട്ടിയുടെ അടുത്തും ബൈയൊക്കെ പറഞ്ഞ് ഗൈസ്, പിന്നെ നമ്മൾ അടുത്ത ഷോപ്പിലോട്ട് പോകാമെന്ന് കരുതി പോയാണ് കേട്ടാ. അപ്പോഴാണ് തനുക്കുട്ട അവിടെ ഒരു ഇരിപ്പ് കണ്ടുപിടിച്ചു. പിന്നെ തനുക്കുട്ടൻ്റെ അടുത്ത് എത്ര വരാൻ പറഞ്ഞിട്ടും പറഞ്ഞില്ല ഏട്ടാ. അവൾക്ക് ഈ യെല്ലോ കളർ ക്രോസ് ആണ് ഏട്ടാ ഇഷ്ടപ്പെട്ടത്. കളർ കണ്ടായിരിക്കും അവൾക്ക് ഇത് ഇഷ്ടപ്പെട്ടത്. നമ്മൾ വാമക്കളെ പോവാന്നൊക്കെ വിളിച്ചിട്ട് പിന്നെ തനുക്കുട്ടൻ വന്നില്ല ഏട്ടാ. ആ ചെരുപ്പിൻ്റെ അടുത്ത് കുറേ നേരം ഈ തനുക്കുട്ട ഓരോ കാര്യം പഠിച്ചിട്ടിരിക്കുകയാണ് ഏട്ടാ. ഒരാളെ കയ്യിൽ നിന്ന് താഴെ ഹാങ്ങർ വീണ് അപ്പോൾ അതെടുത്ത് കൊടുക്കുകയാണ് ഏട്ടാ തനുക്കുട്ടൻ. തനുക്കുട്ട ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അത്ഭുതം തോന്നും കേട്ടാ. അവൾക്ക് നമ്മളിങ്ങനെ ആരും പറഞ്ഞു കൊടുക്കണമല്ലല്ലോ, അവൾ ചെയ്യണതല്ലേ. ഗൈസ്, നമ്മളടുത്ത് സ്റ്റുഡിയോയിലാണ് പോയത്. അപ്പോൾ എൻ്റെ കുഞ്ഞമ്മയൊക്കെ താഴെ ഡ്രസ്സ് എടുത്തിട്ട് തന്നു. അപ്പം തനുക്കുട്ടി അവിടെ നിന്ന് പിണങ്ങിയപ്പോൾ പിന്നെ നമ്മളിങ്ങ് മുകളിൽ വന്നേട്ടാ. അങ്ങനെ നമ്മൾ അവിടെയും കുറച്ച് നേരമൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ ഫണ്ടൂറയിലാണ് പോയത്. ഗൈസ്, ഇന്ന് ഞാൻ വീഡിയോ എടുക്കണോണ്ട് തനുക്കുട്ടനെ എടുത്തോണ്ട് നടന്ന എൻ്റെ അനിയനാണ് ഏട്ടാ. തനുക്കുട്ടൻ അതിൻ്റെ അകത്ത് കയറിയപ്പോൾ തന്നെ പാവക്കുട്ടിയൊക്കെ കണ്ടേട്ടാ. അപ്പോൾ അവൾക്ക് നല്ല സന്തോഷമായി. എന്നിട്ട് നമ്മളടുത്ത് പറഞ്ഞു പാവ ഇരിക്കണം, അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു. പിന്നെ തനുക്കുട്ടനെ പാവയൊക്കെ കൊണ്ട് കാണിച്ചു കൊടുത്തേട്ടാ. തനുക്കുട്ട നോക്കിയിട്ടിരിക്കുകയാണ്. തനുക്കുട്ട ഇതെല്ലാം ആദ്യമായിട്ടല്ലേ കാണുന്നത്. തനുക്കുട്ട അപ്പം ഇതെല്ലാം അത്ഭുതത്തോടെയാണ് നോക്കിയിട്ടിരിക്കുന്നത് ഏട്ടാ. തനുക്കുട്ടനെ നമ്മൾ ആദ്യമായിട്ട് ഒരു റൈഡിൽ കയറ്റി ഏട്ടാ. സത്യത്തിൽ ഞാൻ കരുതി ആ ലൈറ്റിൻ്റെ വെട്ടവും ആ ശബ്ദവും ഒക്കെ കേൾക്കുമ്പോൾ അവൾ കരയുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ അവൾ നന്നായിട്ടിരുന്നു ഏട്ടാ. ഗൈസ്, ഞാൻ കുറേ വട്ടം ലുലു മാളിൽ വന്നിട്ടുണ്ട് ഏട്ടാ. പക്ഷേ ഇവിടെ ഞാൻ അത്ര വന്നിട്ടില്ല ഏട്ടാ, ഈ ഗെയിം സെക്ഷനിലോട്ട്. അപ്പോൾ തനുക്കുട്ടൻ ഓരോ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ സ്ഥലത്ത് പോകുമ്പോൾ ഓരോ ലൈറ്റൊക്കെ അല്ലേ, അപ്പോൾ അതൊക്കെ നോക്കിയിട്ടിരിക്കുകയാണ് തനുക്കുട്ടൻ. അപ്പോൾ തനുക്കുട്ടിക്ക് കളിക്കാൻ പറ്റുന്ന സാധനങ്ങളൊന്നും താഴത്തെ ഫ്ലോറിലില്ല ഏട്ടാ. മുകളിലാണ് തനുക്കുട്ടന് കളിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ ഉള്ളത്. പക്ഷെ നമുക്ക് ആദ്യം അറിഞ്ഞുകൂടായിരുന്നു ഏട്ടാ. അങ്ങനെയാണ് ഇവിടെയൊക്കെ കയറി തനുക്കുട്ടൻ ഓരോന്നൊക്കെ കാണിച്ചു കൊടുത്തത്. പിന്നെ നമ്മൾ അവിടെ നേരെ മുകളിലോട്ട് പോയി. ഗൈസ്, ഈ കാർ എങ്ങനെയുണ്ട്? ഇത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു ഏട്ടാ. തനുക്കുട്ടനെ കയറ്റണമെന്ന് ഞാൻ കരുതി. പക്ഷേ തനുക്കുട്ടൻ്റെ ഏജിന് എന്തിന് കയറാൻ പറ്റില്ലെന്ന് പറഞ്ഞു ഏട്ടാ. അതുകൊണ്ടാണ് ഞാൻ തനുക്കുട്ടനെ കയറ്റാത്തത്. ഇനി അടുത്ത് വരുമ്പോൾ തനുക്കുട്ടനെ എന്തായാലും ഇതിൽ കയറ്റണം. ഗൈസ്, തനുക്കുട്ടന് കൂടുതൽ വണ്ടികളൊക്കെയാണ് ഏട്ടാ ഇഷ്ടപ്പെട്ടത്. എല്ലാ വണ്ടിയിലും കയറി തനുക്കുട്ട ഓട്ടിച്ച് നോക്കുകയാണ് ഏട്ടാ. തനുക്കുട്ടൻ്റെ ഗെയിമൊന്നും കളിക്കാൻ പറ്റില്ല ഏട്ടാ ഇതിലൊക്കെ കയറിയാലും. ഇതെല്ലാം കുറച്ച് വലിയ കുട്ടിയൊക്കെ ഉള്ളതാണ് ഏട്ടാ. ഒരു 4-5 വയസ്സ് ആ പ്രായത്തിലൊക്കെ കളിക്കാൻ പറ്റിയതാണ് ഏട്ടാ. തനുക്കുട്ടൻ ഇതിലൊന്നും കളിക്കാൻ പറ്റില്ല. പക്ഷെ അതിൻ്റെ ഭംഗിയൊക്കെ കണ്ട് തനുക്കുട്ടൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഏട്ടാ. പിന്നെ എൻ്റെ കുഞ്ഞമ്മയൊക്കെ വന്നു ഏട്ടാ. പിന്നെ നമ്മൾ ഓരോ കുഞ്ഞു റൈഡിലൊക്കെ തനുക്കുട്ടിയെയും ടിറ്റിയെയും കയറ്റി ഏട്ടാ. അപ്പോൾ ഗൈസ്, വീഴുമെന്ന് പേടിയുള്ളതുകൊണ്ട് നമ്മൾ 3 പേരും അവരടുത്ത് തന്നെ ഉണ്ടായിരുന്നു ഏട്ടാ. അപ്പോൾ അത് സ്ലോയിലാണ് കറങ്ങി പോണത്. പക്ഷേ കാണുമ്പോൾ പേടിയൊന്നും കേട്ടാ വീഴുമോന്നൊക്കെ. അതുകൊണ്ട് നമ്മൾ എപ്പോഴും അവരെ കൂടെ ഉണ്ടായിരുന്നു ഏട്ടാ. അടുത്ത ഗൈസ്, ഈ റൈഡിലാണ് കയറ്റിയത് ഏട്ടാ. പക്ഷേ നമ്മളെ അവർ പിടിക്കാൻ സമ്മതിക്കണില്ല ഏട്ടാ. അവർക്ക് ഒറ്റയ്ക്കിരിക്കാനാണ് ഇഷ്ടം. 2 പേരും അങ്ങനെ തന്നെ നമ്മളെ പിടിക്കാൻ സമ്മതിക്കാൻ. ടിറ്റിക്കാണെങ്കിൽ ബെൽറ്റ് ഉണ്ട്, പക്ഷേ തനുക്കുട്ടന് ബെൽറ്റ് ഇല്ല ഏട്ടാ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ തനുക്കുട്ടനെ പിടിച്ചിരിക്കണത്. പക്ഷേ തനുക്കുട്ടനെ പിന്നെ പിടിക്കാൻ സമ്മതിക്കണില്ല ഏട്ടാ. ഞാൻ തനുക്കുട്ടനെ
പിടിക്കാൻ നോക്കണം, പക്ഷെ തനുക്കുട്ട കൈ തട്ടി മാറ്റിയാണ് കേട്ടോ എൻ്റെ. അടുത്ത് നമ്മൾ തനുക്കുട്ടനെ ഈ റൈഡിലാണ് കേട്ടോ കയറ്റിയത്. ടിറ്റി ഇതേപോലത്തെ വേറൊരു റൈഡിൽ അപ്പുറത്തിരുന്ന് കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തനുക്കുട്ടൻ ഇതിൽ ഒരാൾക്ക് മാത്രമേ ഇരിക്കാൻ പറ്റൂ, അതുകൊണ്ടാണ് തനുക്കുട്ടനെ ഇതിൽ കയറ്റിയത്. അപ്പോൾ തനുക്കുട്ടൻ ഇങ്ങനെ ആസ്വദിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ തനുക്കുട്ടൻ ഇതിലിരുന്ന് ഇങ്ങനെ ആടിയപ്പോൾ ഉറക്കമൊക്കെ പറഞ്ഞു കേട്ടോ. കാരണം തനുക്കുട്ട ഉച്ചയ്ക്കൊന്നും ഉറങ്ങാതെയാണ് നമ്മളവിടെ വന്നത്, അതുകൊണ്ട് തനുക്കുട്ടൻ ഇതിലിരുന്നപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ ഉറക്കം വന്നു. ഗൈസ് ലാസ്റ്റായിട്ട് തനുക്കുട്ടൻ ഈ കുതിരയിലാണ് കേട്ടോ കയറ്റിയത്. ഉറക്കം വന്നതുകൊണ്ടാണോ എന്നറിഞ്ഞുകൂടെ തനുക്കുട്ടൻ പിന്നെ കരഞ്ഞു കേട്ടോ. പിന്നെ ഞാൻ തനുക്കുട്ടനെ ഇങ്ങെടുത്ത്, പിന്നെ തനുക്കുട്ടൻ വേറെ ഒന്നിലും കയറിയില്ല കേട്ടോ. ഗൈസ് പിന്നെ നമ്മൾ തനുക്കുട്ടനും ടിറ്റിക്ക് ഐസ്ക്രീമൊക്കെ വാങ്ങിക്കൊടുത്തേ കേട്ടോ. തനുക്കുട്ടന് വിശക്കണമെന്ന് കരുതി ഞാൻ ഒരു ബിസ്ക്കറ്റ് കൂടെ കൊടുത്തേ കേട്ടോ. ഐസ്ക്രീം കണ്ടപ്പോൾ തനുക്കുട്ടൻ ബിസ്ക്കറ്റ് കഴിക്കാൻ, പിന്നെ തനുക്കുട്ടൻ ടിറ്റിക്ക് ഐസ്ക്രീം വാരി കൊടുക്കുകയാണ് കേട്ടോ. ടിറ്റിയും കുഞ്ഞമ്മയൊക്കെ വീണ്ടും റൈഡിലൊക്കെ കയറാൻ പോയി, പക്ഷേ നമ്മൾ പോയില്ല കേട്ടോ. തനുക്കുട്ടൻ ഉറക്കം വന്ന് ഇങ്ങനെ പിണങ്ങിയിരുന്നതുകൊണ്ട് പിന്നെ ഞാൻ പോയില്ല, നമ്മളിവിടെ തന്നെ ഇരുന്ന് കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ വന്ന് പിന്നെ നമ്മൾ അവിടെ നിന്ന് വീട്ടിൽ പോയി. ഗൈസ് എൻ്റെ അനിയനാണ് കേട്ടോ കാർ ഓടിക്കണത്. നമ്മൾ ഉച്ചയ്ക്ക് 2 മണിയൊക്കെ ആയപ്പോൾ വന്നതാണ് കേട്ടോ. നമ്മൾ ഒരു 6 മണിയൊക്കെ ആയപ്പം തിരിച്ച് വീട്ടിൽ പോയി. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഗൈസ്.